നമ്മൾ സംശയിച്ച പോലെ സീതയ്ക്ക് ഇതൊന്നും ചെയ്യാനാവില്ല. എല്ലാം ചെയ്യുന്നത് ഇന്ദ്രൻ തന്നെയാ. അയാൾ തന്നെയാണ് പാഴ്സലുകൾ അയക്കുന്നതും ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതും. ഇനിയും നമ്മളിങ്ങനെ നിർജീവമാവണം മേഡം. മാധവൻ പറഞ്ഞതാണ് ശരി. നമ്മൾ വിജിലന്റ് ആവേണ്ട സമയമാണിത്. സോ വന്ന പാഴ്സലിന്റെ ഉറവിടത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. അപ്പൊ ഇന്ദ്രന്റെ കാര്യം? ആദ്യം സുരേന്ദ്രൻ പിള്ളയ്ക്ക് വന്ന ഭീഷണി, അത് കഴിഞ്ഞിട്ട് മതി എന്തും. അച്ഛൻ എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കണമെന്ന് ആലോചിക്കാനാ. ഈ അക്രമങ്ങളും പകരം വീട്ടിലും ഒന്ന് അവസാനിപ്പിക്കച്ച. എനിക്കെതിരെ കോടതിയിൽ സീത സാക്ഷി പറഞ്ഞ കുഴപ്പമില്ലേ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അങ്ങനെ സാക്ഷി പറയാതിരിക്കാൻ നമുക്ക് സീതയോട് പറയാം. സ്നേഹത്തിന്റെ ഭാഷയാണ് ഭീഷണിയേക്കാൾ നല്ലത്. എനിക്കറിയാവുന്നിടത്തോളം അങ്ങനെ ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ആളൊന്നുമല്ല സീത. ഒരു കോംപ്രമൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സീതയെ ചെന്ന് കാണാം നാളെ തന്നെ. അച്ഛാ, ഇത് ജീവൻ വെച്ചുള്ള കളിയാണ്. പീറ്ററിനും പ്രതാപനും സംഭവിച്ച പോലെ അച്ഛനും സംഭവിക്കരുത്. നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എന്താ ഒരാലോചന? ഒരുപാട് ആലോചിക്കാനില്ലല്ലോ എനിക്ക്. ജീവിതം ഒന്നേന്ന് തുടങ്ങിയതിലേ ഉള്ളൂ. ആ, എങ്കിൽ കുറച്ച് എനിക്കും കൂടി തന്നോ, ഞാനും ആലോചിക്കാം. കുറച്ചല്ല, മുഴുവനും തന്നേക്കാം. എന്നിട്ട് 2 പേർക്കും കൂടി ആലോചിക്കാം. എങ്കിൽ പറ, കേൾക്കട്ടെ ഞാൻ. ആദ്യത്തെ വിഷയം അർച്ചനയാണ്. ഗിരിയെ എങ്ങനെയെങ്കിലും എത്തിക്കണം. ഇന്ദ്രേട്ടൻ പറഞ്ഞ സത്യം. കളിയും ചിരിയും കുറുമ്പുമായിട്ട് അവളിങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഉള്ളില് നല്ല വിഷമമുണ്ട് ഗിരിയുടെ കാര്യത്തില്. അടുത്തത് ചാരുമോളാണ്. അവളുടെ പേരിൽ ഒരു എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ചാരുമോളുടെ ഭാവി സേഫ് ആക്കേണ്ട കടമ നമുക്ക് തന്നെയാ. പണം ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം പോരാ, നല്ല വിദ്യാഭ്യാസവും കൊടുക്കണം. നോക്കട്ടെ, നല്ലൊരു ബോർഡിംഗ് സ്കൂൾ നോക്കണം. പിന്നൊരു കാര്യമുള്ളത് നമ്മുടെ ആദ്യ. അവളെ അമ്മയും സേഫ് ആക്കണം. അതിനാദ്യം വേണ്ടത് അവരുടെ എന്ന് പറയാവുന്നൊരു വീടാണ്. അക്കാര്യത്തില് എനിക്ക് എതിർപ്പുണ്ട്. ഒരു വീട് വാങ്ങിച്ചു കൊടുത്താ അവർക്കെല്ലാം ആവോ? താനെന്താ ഉദ്ദേശിച്ചത്? ആദിലക്ഷ്മിക്ക് ഇപ്പൊ പ്രായം എത്രയെന്നറിയോ? അതിപ്പോ അവള് കുട്ടിയല്ലേ? ഓ പിന്നെ, ഏകദേശം എന്റെ പ്രായം ഉണ്ടറിയോ? എടി, നീയും എന്റെ കുഞ്ഞു വാവയല്ലേ? തമാശ കളേന്ദ്രേട്ടാ. എത്ര വേഗം നമുക്ക് ആദിയുടെ കല്യാണം നടത്തണം. അത് ശരിയാ, അത് വേണം. പ്രായം കടന്നു പോവാ. നാളെ തന്നെ ഒരു ബ്രോക്കറെ ഏർപ്പാടാക്കാം. ബ്രോക്കർ ഒന്നും വേണ്ട. പിന്നെ ചെറിയൊരു ലവ് അഫെയറിന്റെ മണമുണ്ട്. ലവ് അഫെയറോ? എന്തിനാ ഇപ്പം മുഖം ചുമക്കുന്നേ? ഏയ്, അതൊന്നും ശരിയാവില്ല. വേണ്ട. ഓ, നമുക്കാവായിരുന്നു അല്ലേ? അല്ല, നമ്മളെപ്പോലെയാണോ ഇത്? അവൻ ആരാ എന്തെന്നൊക്കെ ആർക്കറിയാം? പിന്നെ ഈ ഭൂലോക തെമ്മാടിയെ ഞാൻ പ്രേമിച്ചപ്പോ ഭയങ്കര കൊള്ളായിരുന്നു. ഏയ്, എന്നെ പോലെ ആകും അവൻ. ഇന്ദ്രേട്ടനെ പോലെ ഇപ്പൊ ഇന്ദ്രേട്ടൻ മാത്രല്ലേ ഉള്ളൂ. അവളുടെ ആള് ഒട്ടും മോശമല്ല, ഡോക്ടറാ. ഇന്ദ്രേട്ടൻ അറിയും, ഡോക്ടർ ശശികുമാർ. എന്താ
ആദ്യയുടെ സെലക്ഷൻ മോശമായോ? മരണത്തിന്ന് രക്ഷിച്ച ആളല്ലേ, മോശാവോ? ആളുമെടുക്കനാ. എന്നാലും ഒരെന്നാലും വേണ്ട. ഇന്ദ്രേട്ടൻ അതൊന്ന് നടത്തി കൊടുക്ക. അതിപ്പോ ആലോചിക്കാം. ആലോചിച്ചാലൊന്നും പോരാ. ആദ്യം ആ ഡോക്ടറുടെ വീട്ടുകാരോട് വന്ന് പെണ്ണ് ചോദിക്കാൻ പറ. അത് കഴിഞ്ഞ് ബാക്കി തീരുമാനിക്കാം. ഓക്കെ? ആ, ഇങ്ങോട്ട് വരണമെന്നില്ല. ഞങ്ങളങ്ങ് അമ്പലത്തിൽ എത്തിക്കോളാം. ആ, ഇഷ്ടം പോലെ ചെയ്തോ. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ, ശരി. എന്തു പറഞ്ഞു വ്യാസൻ? നമ്മളെ വിളിക്കാനായി രാവിലെ ഇങ്ങോട്ട് വരണോന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞില്ലേ മോളോ? പറഞ്ഞു. കൃത്യസമയത്ത് നമ്മൾ അമ്പലത്തിൽ എത്തിക്കോളാന്നും പറഞ്ഞു. കല്യാണപ്പെണ്ണിനെടുക്കാൻ പുതിയൊരു പട്ടുസാരി അങ്ങനെ വാങ്ങാമായിരുന്നു. എന്തിനാ പൊന്നെ ഇനി സാരി? ഒന്ന് നിവർത്തി പോലും നോക്കാത്ത എത്ര എണ്ണമാ എന്റെ അലമാരിയിലിരിക്കുന്നെ. അതൊക്കെ മതി. ആ, താലിമാലയൊക്കെ വ്യാസം കൊണ്ടുവരും. കല്യാണത്തിന് വലിയ ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും ഒരു പരിഭ്രമമാ ഉള്ളിൽ. ഒരു പരിഭ്രമവും വേണ്ട. രാവിലെ 10:50 ഇടയ്ക്ക് മുഹൂർത്ത സമയത്ത് മോളെയും കൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി. അവിടെ ചെന്നാ മാത്രം മതി, കല്യാണം നടക്കും. മോളെ, കല്യാണത്തിനെന്ന് പറഞ്ഞു കൂടെ വരാൻ ഞാനും പൊന്നും മാത്രമേ ഉള്ളൂ. മോൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് അനിക്കുട്ടനെ വിളിച്ചിട്ട് കല്യാണമാണെന്ന് പറയുമെങ്കിലും വേണ്ടേ? അരിസാർ ഒരുപാട് ആഗ്രഹിച്ചതാണ് മേഡത്തിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ. പറയണത് തെറ്റില്ലെന്നാ എനിക്ക് തോന്നണത്. വേണ്ട, ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനതിൻ്റെതായ കാരണം കാണും. നാളെ എന്റെ വിവാഹമാണ്. അതിന് സാക്ഷിയാകാൻ അമ്പോ അമ്മയും പൊന്നും മാത്രം മതി. മോളെ, അനിയേട്ടാ, ഞാൻ കരുതി അനിയേട്ടൻ കയറിക്കിടന്ന് ഉറങ്ങിക്കാണുമെന്ന്. അടുക്കള കുറേ പണിയുണ്ടായിരുന്നു. ഈ സമയത്ത് ഉറക്കൊടിയരെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? ഇവിടെ അടുക്കള പണി ചെയ്യാൻ വേറെ ആരുമില്ലേ? എന്താ അനിയേട്ടാ ഇത്? അത്ര കട്ടിപ്പണിയൊന്നും അല്ലല്ലോ. എല്ലാരും കണക്ക് തന്നെയാ, നിന്റെ വീട്ടുകാരായാലും എന്റെ ചേച്ചിയായാലും. അനിയേട്ടൻ മനസ്സിലെന്തോ വെച്ചോണ്ടാ സംസാരിക്കുന്നത്. എന്തോ അല്ല, എനിക്കറിയാം ആ മനസ്സിലെന്താണെന്ന്. അനന്തദേച്ചിയുടെ കാര്യമല്ലേ? അതിന് വിട്ടേക്ക്. ചേച്ചി എന്നെയൊക്കെ മറന്നു കഴിഞ്ഞു. മറന്നെങ്കിൽ നമ്മൾ പോയി ഓർമ്മിപ്പിക്കണം. അത് അനിയേട്ടന്റെ ബാധ്യതയാ, കടമയാ, ഒരു അനിയന്റെ ഉത്തരവാദിത്വം. അനിയൻ അനിയേട്ടൻ നോക്കിക്കോ, നമ്മൾ അവിടെ ചെന്ന് ചേച്ചിയുടെ ഒപ്പം ഒരു 2 ദിവസം നിന്നാ മതി. അതോടെ നിങ്ങൾക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്തിന്? കല്യാണം കൂടാനോ? നാളെ വ്യാസന്റെയും ചേച്ചിയുടെയും കല്യാണമാ. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച്. മുഹൂർത്തം രാവിലെ 10 കഴിയെ 10:50 ഒന്ന് വിളിച്ചു പറയണമെന്ന് പോലും തോന്നിയില്ല ചേച്ചിക്ക്. നാട്ടുകാർ പറഞ്ഞറിയേണ്ടി വന്നു എനിക്ക്. നീ വാ. ഐശ്വര്യമായിട്ട് ഇറങ്ങിക്കോളൂ.
അതെ, രണ്ടുപേരും ഇതങ്ങ് കഴുത്തിലിട്ടെ. എന്റെ അമ്പുമാമേ, ഇനിയും ഇതിന്റെ ആവശ്യമുണ്ടോ? വേണം. ചടങ്ങുകൾ ലളിതമാണെങ്കിലും രീതികൾ തെറ്റിക്കണ്ട. ഗൃഹപ്രവേശ സമയത്ത് മംഗല്യഹാരം കഴുത്തിൽ വേണം. ആയിക്കോട്ടെ. പിടിക്കേ പിടിക്കേ. അമ്പുമാമോ, പറഞ്ഞതുപോലെ മാലയിട്ടു. ഇനി അകത്തേക്ക് കയറാലോ? അത് പറ്റില്ല. അതിനല്ലേ പൊന്നൂന് നേരത്തെ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് വാങ്ങി വേണം അകത്തേക്ക് കയറാൻ. അതൊന്നും വേണ്ടായിരുന്നു അമ്പുമാമേ. വേണം. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഈ വിവാഹം. എല്ലാം വേണം. ഞാൻ പൊന്നൂനെ വിളിക്കാം. പൊന്നേ, പൊന്നേ. അല്ല, നിങ്ങള് എന്റെ ചേച്ചിയുടെ കല്യാണം ഞങ്ങളില്ലാതെ പൂർണ്ണമാവോ അമ്പുമാമേ? അറിയിച്ചില്ലേലും വരും. അത് ഞങ്ങളുടെ കടമ മാത്രമല്ല, അവകാശമാ. Yeah.